ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ആളിക്കത്തി. ഞാൻ ട്രെയിനിൽ ഇരുന്നു കൊണ്ട്, ഇത് നമ്മുടെ ഇന്ത്യൻ ട്രെയിന്, നിറച്ച ആളുകളുള്ള ട്രെയിനിൽ എനിക്കങ്ങ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലൂടെ ഭാഷാപരത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ സംസാരിക്കട്ടെ ഭാഷാപരത്തിൽ? നിങ്ങൾ പേടിക്കൊന്നും ചെയ്യരുതേ. ഭാഷാപരത്തിൽ സംസാരിക്കുക. ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുന്നത് വേറെ, സംസാരിക്കുന്നത് വളരെ വ്യത്യസ്തമാണ്. ഇത് ഭാഷാപരത്തിൽ സംസാരിക്കുന്ന ഒരു വരമാണ്. ഇതൊരു വിധത്തിലൊരു പ്രവചനമാണ്. ഇതിന്റെ പ്രവചനം ഞാൻ വ്യാഖ്യാനിക്കാൻ പോവുകയാണ്. എന്റെ ജനമേ, നിങ്ങൾക്ക് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി നൽകിയിരിക്കുന്നു. ഇനി നിങ്ങൾ എന്തിനാണ് നോക്കിയിരിക്കുന്നത്? പോകുവിൻ, അന്ധകാരത്തിൽ പ്രകാശമായി പോകുവിൻ. എന്റെ സുവിശേഷത്തിന്റെ പ്രകാശം പരത്തുവിൻ. എന്റെ സുവിശേഷത്തിന്റെ സൗരഭ്യം പകരുവിൻ. നിങ്ങൾ ഓരോരുത്തരും എന്റെ ശാഖകളാണ്. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ എന്റെ ശാഖകളാണ്. നിങ്ങളാകുന്ന ശാഖകളിലൂടെ ദൈവരാജ്യം ലോകം മുഴുവനും പടരുന്നതിനാണ് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കോൺവെന്റിന്റെ അകത്തു നിന്ന് ജീവിതത്തിൽ ഒരിക്കലും പുറത്തു പോയിട്ടില്ല. എന്നാൽ ആ കൊച്ചു ത്രേസ്യയാണ് ഇന്ന് ലോക സുവിശേഷവൽക്കരണത്തിന്റെ മധ്യസ്ഥ. ലോക സുവിശേഷവൽക്കരണം. അപ്പോൾ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ നൽകുന്ന ശക്തമായ പ്രചോദനങ്ങളിലൂടെ, വിശ്വാസത്തിലൂടെ ക്രിസ്തുവിൻ്റെ ചൈതന്യം ക്രിസ്തുവിനെ അറിയാത്തവരിലേക്ക് പ്രസരിപ്പിക്കാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു രഹസ്യം. ക്രിസ്തു ചൈതന്യം, പരിശുദ്ധാത്മ ശക്തി ക്രിസ്തുവിനെ അറിയാത്ത, ക്രിസ്തുവിൽ ഇനിവരെ കേൾക്കാത്ത മക്കളിലേക്ക്, മനുഷ്യരിലേക്ക് പ്രസരിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. നമ്മളിവിടെ വചനം കേൾക്കാൻ വരുന്നവര് അറ്റ്ലീസ്റ്റ് ഞായറാഴ്ചയെങ്കിലും പള്ളിയിൽ പോകുന്നവരാണ്, ഇല്ലേ? എന്നാൽ വർഷങ്ങളായിട്ട് പള്ളിയിൽ പോകാത്തവരുണ്ട്, ജയിലിൽ കിടക്കുന്നവരുണ്ട്, ജീവിതകാലം മുഴുവനും കഠിന തടവിൽ കഴിയുന്ന നിരവധി പേർ, ജീവപര്യന്തം തടവിൽ കഴിയുന്ന നിരവധി ആളുകളുണ്ട്. ഒരിക്കലും പള്ളിയോ കുമ്പസാരമോ അവർക്കില്ല. ഇവർ സ്വർഗത്തിൽ പോണോ? ഇവരെയൊക്കെ സ്വർഗത്തിൽ കയറ്റാൻ കൊള്ളുമോ? എന്താ നിങ്ങളുടെ ആഗ്രഹം? അവർ സ്വർഗത്തിൽ പോണോ? എന്താ ഒന്നും മിണ്ടാത്ത? ഈ പള്ളിയിലൊക്കെ പോകാത്ത ആൾക്കാരെ സ്വർഗത്തിൽ കയറ്റാൻ കൊള്ളുമോ? മനസ്സിലായോ? അപ്പൊ നമ്മളിവിടെ ഈ ക്രിസ്തീയതയുടെ ആഡംബരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും കുർബാന, ആത്മീയതയുടെ വലിയ അനുഭവം. എന്നാൽ ഇതൊന്നും അനുഭവിക്കാൻ സാധിക്കാതെ കോടാനുകോടി ജനങ്ങളുണ്ട്. ഈശോ ആർക്ക് വേണ്ടിയാണ് മരിച്ചത്? ഈശോ എന്തിനു വേണ്ടിയാണ് മരിച്ചത്? ഈശോ എന്തിനു വേണ്ടിയാണ് ജനിച്ചത്? ഈശോ ജനിച്ചപ്പോ വല്ല ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നോ? ഈശോ ജനിച്ചപ്പോ ക്രിസ്ത്യാനികൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഉച്ചത്തിൽ പറഞ്ഞേ. ഈശോ കുരിശിൽ ബലി അർപ്പിച്ചപ്പോൾ
വല്ല ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ പിന്നെ ആർക്കാണ് ഈശോ വന്നത്? ഈശോ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം വന്ന രക്ഷകനാണോ? ഈശോ ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. ഈശോ ജനിച്ചപ്പോഴും മരിച്ചപ്പോഴും ഒറ്റ ക്രിസ്ത്യാനിയും ഉണ്ടായിരുന്നില്ല. ഈശോ ജനിച്ചതും മരിച്ചതും ലോകം മുഴുവന്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് കരമുയർത്തി ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഞാനൊരു 2 വരി ഹിന്ദി പാട്ട് പഠിപ്പിച്ചു തരാം. ഹിന്ദി പാട്ട്. ജയ് ബോലോ ജയ് ബോലോ. ഒന്ന് എഴുന്നേറ്റ് പാടിയേ. ജയ് ബോലോ ജയ് ബോലോ യേശു മസീഹാ കി ജയ് ബോലോ. എല്ലാവരും ജയ് ബോലോ ജയ് ബോലോ യേശു മസീഹാ കി ജയ് ബോലോ. ജയ് ബോലോ ജയ് ബോലോ യേശു മസീഹാ കി ജയ് ബോലോ. കൈയടിച്ച് ജയ് ബോലോ ജയ് ബോലോ യേശു മസീഹാ കി ജയ് ബോലോ. ജയ് ബോലോ ജയ് ബോലോ യേശു മസീഹാ. ഇനി നിങ്ങളെ ഉച്ചത്തിൽ ജയ് വിളിക്കണം. എത്ര ശക്തി നിങ്ങൾക്കുണ്ടോ, എത്ര ശബ്ദമുണ്ടോ എന്ന് സ്വർഗം അറിയട്ടെ. റെഡിയാണോ? ഉച്ച നേരത്ത് ഇത് വളരെ ആവശ്യമാണ്. എല്ലാവരും ഉറങ്ങിയിരിക്കാണ് ഇവിടെ. ഉറങ്ങണോ? ഉച്ചത്തിൽ ജയ് വിളിക്കണോ? ഒന്ന് ഉച്ചത്തിൽ ജയ് വിളിച്ച് നോക്കട്ടെ നിങ്ങൾക്ക് എത്ര ശബ്ദമുണ്ടെന്ന്. ബോലോ പ്രഭു യേശു ക്രിസ്തു കീ. കൊള്ളാം. പക്ഷെ ഇതിൽ കുറച്ചും കൂടി ഉയരാൻ തോന്നുന്നുണ്ട്. കുറേം കൂടി ഉച്ചത്തിൽ, അല്ലെങ്കിൽ എല്ലാവരും വന്ന് അതരം തുറന്ന് ഈശോനെ ജയ് വിളിച്ച് ബോലോ പ്രഭു യേശു ക്രിസ്തു കീ. വെരി ഗുഡ്. हमारे मुक्तिदाता की, संसार के मुक्तिदाता की. പ്രഭു യേശു സംസാർ ക മുക്തിദാതാ ഹെ. ഞാൻ എന്താണ് ഈ ഹിന്ദിയിലൊക്കെ പറയണേ? ചിലപ്പോ ഹിന്ദിക്കാരെങ്കിലും ഉണ്ടാവും. ബൈഠിയെ. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പാപങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു യേശുവിനെ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകം മുഴുവനുമുള്ള സകല ജനങ്ങളുടെയും പാപം യേശു ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി ലോകം മുഴുവനെയും പാപമോചനത്തിനായിട്ട് മറ്റൊരു ബലി അർപ്പിക്കാൻ ആരും വരികയില്ല. ഒരേ ഒരു ബലി. ആ ഒരു ബലിയിലൂടെ യേശു ലോകം മുഴുവന്റെയും പാപം ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അതാണ് നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നത്. ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിന്റെ ചെമ്പരിയാട്ടിൻകുട്ടിയായ ഈശോ തമ്പുരാനെ ഞങ്ങളുടെ മേൽ കരുണയായി. എന്ന് പറഞ്ഞ എല്ലാവരും ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിന്റെ ചെമ്പരിയാട്ടിൻകുട്ടിയായ ഈശോ തമ്പുരാനെ ഞങ്ങളുടെ മേൽ കരുണയായി. ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിന്റെ ചെമ്പരിയാട്ടിൻകുട്ടി ആയ ഈശോ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഈശോയുടെ ആ കരുണ നിറഞ്ഞ സ്നേഹത്തെ നമ്മൾ അനുഭവിക്കുന്നത് വിശ്വാസത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹം അനുഭവിക്കുകയും ഈ സ്നേഹം മറ്റുള്ളവർക്ക് പകരുകയും ചെയ്യുന്നതാണ് സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത്. നമ്മൾക്ക് അനുഭവിക്കാത്ത, നമ്മുടെ ഗ്ലാസ് നിറയാതെ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ ഗ്ലാസ് നിറഞ്ഞാലല്ലേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു പേട്ട തേങ്ങ ആയാൽ നല്ല പ്രയോജനമുണ്ടോ? നമ്മുടെ തേങ്ങയ്ക്ക് എന്തുണ്ടാകണം? കഴമ്പുണ്ടാകണം. അപ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ക്രിസ്തു നിറഞ്ഞു നിൽക്കണമെങ്കിൽ നമ്മുടെ വിശ്വസിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തുകൊണ്ടാ? എന്തെന്നാൽ യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഈശോ പരസ്യ ജീവിത കാലഘട്ടത്തിൽ പാപികളുടെ അടുത്തും
ചുങ്കക്കാരുടെ അടുത്തും കടന്നു ചെന്നു. എന്നാൽ ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തുകൊണ്ടിരുന്നു. അവർ പറഞ്ഞു, ഇവനെന്താണ് ഈ പാപികളും ചുങ്കക്കാരുടെയൊക്കെ വീട്ടിൽ പോണം? ഈശോ വലിയ പാപിയായ മത്തായിയുടെ വീട്ടിൽ ചെന്നു. ആ മത്തായിയെ ഫരിസേയരും നിയമജ്ഞരും അവരുടെ സമുദായത്തിൽ നിന്ന് പുറന്തള്ളി. അവന്റെ വീട്ടിൽ പോകില്ല, അവനോട് സംസാരിക്കില്ല. അതുപോലെ വെറുപ്പും വിദ്വേഷത്തിലും ഇരുന്ന കൂട്ടരായിരുന്നു. എന്നാൽ യേശു അവനെ സ്നേഹിക്കുന്നു. യേശുവിൻ്റെ കരുണ എന്നത് പാപികളെ സ്നേഹിക്കുന്നതാണ് കരുണ. പാപികളെ സ്നേഹിക്കുമ്പോൾ കരുണ സ്നേഹവും അവൻ്റെ ഉള്ളിൽ നിറയുമ്പോൾ ദൈവം അവനിൽ നിറയുന്നു. പിന്നെ അവന് പാപം ചെയ്യാൻ സാധിക്കില്ല. മത്തായിയുടെ വീട്ടിൽ യേശു ചെന്ന് മത്തായി ആകെ ഷോക്കടിച്ച്, ഈശോ തമ്പുരാൻ എൻ്റെ വീട്ടിൽ വന്നേക്കണു, ഈ പാപിയായ എൻ്റെ വീട്ടിൽ. അവന് വിശ്വസിക്കാൻ പറ്റണില്ല. ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത്, എല്ലാവരും ഒന്നേറ്റ് പറഞ്ഞേ, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ്. ഈശോ അവനിൽ കണ്ടത്, മത്തായി, വലിയ പാപിയായ മത്തായിയിൽ ഈശോ കണ്ടത് ഒരു അപ്പസ്തോലനെയാണ്. അപ്പസ്തോലൻ, 12 അപ്പസ്തോലന്മാരുള്ളൂ, ശിഷ്യന്മാർ ഒരുപാട് പേരുണ്ട്. ആ 12 അപ്പസ്തോലനിൽ ഒരാളായിട്ട് മത്തായി തിരഞ്ഞെടുക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. സ്പേഡ് 7-ാം കൂലിയാക്കി. മനസ്സിലായി? സ്പേഡ് 7-ാം കൂലി എന്ന് പറഞ്ഞാൽ ചേട്ടന്മാർക്ക് അറിയാം, ചേച്ചിമാർക്ക് അറിയില്ലായിരിക്കും. നിങ്ങൾ ചീട്ട് കളിക്കില്ല, എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്പേഡ് 7-ാം കൂലിയാക്കി തള്ളിക്കളഞ്ഞിരുന്ന, ഒന്നിനും കൊള്ളരുതാത്തവനായി തള്ളിക്കളഞ്ഞിരുന്ന, ചുങ്കക്കാരനും പാപിയുമായിരുന്ന ഇവനെ യേശു എന്ത് ചെയ്തു? ഉയർത്തി. ആരായിട്ട് ഉയർത്തി? അപ്പസ്തോലനായിട്ട് ഉയർത്തി. ഒരു വീര സുവിശേഷ കർത്താവായിട്ട് ഉയർത്തി. രക്തസാക്ഷിയായിട്ട് ഉയർത്തി. യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ അതിനേക്കാൾ വലിയൊരു കാര്യമാണ്. നട്ടുച്ചയ്ക്ക് ഒരു വെയിലത്ത് വെള്ളം കോരാൻ ഒരു സഹോദരി വന്നിരിക്കുന്നു. അവളെ തേടി ഈശോ വന്നിരിക്കുന്നു. അവൾക്ക് എന്ത് വിദ്യാഭ്യാസമുണ്ട്, എന്ത് വിശുദ്ധിയുണ്ട്, എന്ത് മേന്മയുണ്ട്. ഈശോ അതൊന്നും നോക്കിയില്ല. ഈശോ അവളുടെ അടുത്ത് വന്നു, അവളോട് സ്നേഹത്തിൽ കരുണയിൽ സംസാരിക്കുന്നു. സാവധാനം അവളുടെ ജീവിതം മുഴുവനും ഈശോ തുറന്നു കാണിച്ചു. ഈശോ പറഞ്ഞു, ഞാൻ നിനക്കൊരു വെള്ളം തരാം, അത് കുടിച്ചാൽ നീ ഒരിക്കലും ഈ പഴയ കാര്യങ്ങളൊന്നും ചെയ്യില്ല, നിനക്ക് ഇനി ദാഹിക്കുകയുമില്ല. എന്നാൽ ആ വെള്ളം തരാം, നീ നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവാ. എനിക്ക് ഭർത്താവില്ല. അത് ശരിയാണ് നീ പറഞ്ഞത്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, എന്നാൽ ഇപ്പൊ ഉള്ളവൻ നിന്റെ ഭർത്താവല്ല. അങ്ങൊരു പ്രവാചകനാണല്ലോ ഇത്. ഇവിടെ ഈ നാട്ടുകാർക്ക് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ആള് ഭർത്താവല്ല. ഇപ്പൊ ഉള്ള ഒരാളുടെ കൂടെ അവിടെ താമസിക്കുന്ന നാട്ടുകാരെല്ലാം വിചാരിച്ചേക്കണ ഭർത്താവാണെന്നാണ്. അധികം ആരും അറിയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ വെള്ളം പിടിക്കാൻ വരാഞ്ഞത്. കിണറ്റും കരയ്ക്ക് ആരുമില്ലാത്ത ഉച്ച സമയത്ത് വെള്ളം കോരാൻ വന്നിരിക്കണം, ആരും അറിയാണ്ട്. അത്യാവശ്യം വെള്ളത്തിന് വേണ്ടി ഈശോ, ആരും അറിയാണ്ട് ഈശോവും അവിടെ വന്നിരിക്കണം. അപ്പസ്തോലന്മാരെയൊക്കെ, നിങ്ങൾ പോയി ചോറുണ്ടിട്ടാ, നിങ്ങൾ ഊണഴിക്കാൻ പോയിക്കോ, നിങ്ങൾ ഈ ഭാഗത്തേക്ക് വരണ്ട. അവർ ഇയാൾ എന്താണ് ഈ പെണ്ണിനോട് സംസാരിക്കാൻ പോണേ അങ്ങനെ ഒറ്റയ്ക്ക്? നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചിന്തിക്കുവോ? ഈശോ അല്പനിമിഷങ്ങൾ കൊണ്ട്
അവളുടെ ആത്മാവിനെ നേടിയോ ഇല്ലയോ? ഈശോ പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക, എന്നെ, ഞാൻ നിനക്ക് ജീവജലം തരും. അപ്പൊ അവള് പറഞ്ഞു, നിങ്ങളുടെ ആളുകൾ പറയണു കർത്താവ് ജെറുസലേമിലാണ്, ഞങ്ങളുടെ ആളുകൾ പറയണു കർത്താവ് ദൈവം മലയുടെ മുകളിലാണ്. എവിടെയാണ് യഥാർത്ഥത്തിൽ ദൈവം? കണ്ടോ, അവളുടെ ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്തപ്പെട്ടു, ദൈവത്തെ അന്വേഷിക്കുന്നു. ഈശോ പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക. യഥാർത്ഥ ആരാധകർ മലയിലോ ജെറുസലേമിലോ അല്ല ആരാധിക്കുന്നത്. യഥാർത്ഥ ആരാധകർ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നു. ദൈവം ആത്മാവാണ്. ഇതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു രഹസ്യം. ദൈവം നമ്മൾ ഓരോരുത്തരുടെയും ആത്മാവിൽ ജീവിക്കുന്ന സനാതനമായ സത്യമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് ഇന്നത്തെ അവസ്ഥയിൽ. ജീവദാതാവാണ് ദൈവം. അവൾക്ക് എന്തോ പിടികിട്ടി. അവൾ പറഞ്ഞു, മിശിഹ വരും എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അവൻ വരുമ്പോ ഞങ്ങളെ ഇതെല്ലാം പഠിപ്പിക്കും. പ്രൈസ് ദ ലോർഡ്. എന്തോ ഒരു അത്ഭുതമാണ്. അവൾ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത് ഇപ്പോ? ഈ മിശിഹ അവതരിക്കപ്പെട്ട ദൈവപുത്രന്റെ മുമ്പിൽ അവൾ നിൽക്കുകയാണ്. ഈശോ അത് ചെറുതായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ അവന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. നീ, ഞാൻ തന്നെയാണ് ആ മിശിഹ. കുമ്പിട്ട് ആരാധിച്ചു. അവളുടെ കണ്ണ് നിറഞ്ഞു, അവളുടെ ഹൃദയം തുറന്നു. അവൾ മിശിഹായെ നേരിട്ട് കാണുന്നു. ഇനി എന്തുണ്ടായി എന്നുള്ളത് നോക്കൂ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യോ? ഈ മിശിഹായെ നേരിട്ട് കണ്ട ആൾക്ക് എന്തുണ്ടാകണം? നമ്മൾ എല്ലാ ദിവസവും മിശിഹായെ നേരിട്ട് കണ്ട് മിശിഹായെ ഭക്ഷണവും പാനീയവുമായിട്ട് കുടിച്ചിട്ട് നമുക്ക് ഇതൊന്നും ചെയ്യാൻ തോന്നുന്നുണ്ടാവോ? അവൾ എന്ത് ചെയ്തു? അത്യാവശ്യം ഉച്ചയ്ക്ക് കഞ്ഞി വെക്കാൻ വെള്ളത്തിന് വന്നതാണ്. ഈ വെള്ളം അവളുടെ ജീവിതത്തെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണെങ്കിലും ആ വെള്ളം കുടവും അവിടെ വിട്ടിട്ട് അവള് ആ സമരിയ പട്ടണത്തിലേക്ക് ഓടി. ഞങ്ങളുടെ ആളുകളോടെല്ലാം പറയണം, സമരിയാക്കാരും യഹൂദരും തമ്മിൽ വെള്ളം പോലും കുടിക്കാത്ത ആൾക്കാരാണെങ്കിലും സമരിയ പട്ടണത്തിൽ ചെന്ന് എല്ലാവരോടും പറഞ്ഞു, ദേ വന്ന് കാണുവിൻ, എന്റെ ജീവിതത്തിന്റെ സകല കാര്യങ്ങളും പറഞ്ഞ ഒരുവൻ ഇവൻ തന്നെയാണോ മിശിഹ? എന്തിനു പറയണു? യഹൂദരും സമരിയാക്കാരും തമ്മിൽ ബദ്ധവൈരാഗ്യമുണ്ടായിരിക്കെ അവർ തമ്മിൽ യാതൊരു കൂട്ടായ്മയും ഇല്ലാത്തവരായിട്ട് പോലും സമരിയ ഗ്രാമത്തിലെ പട്ടണത്തിലെ ആളുകളെല്ലാവരും കിണറ്റിൻകരയിലേക്ക് വന്നു. പ്രൈസ് ദ ലോർഡ്. ഇതുപോലെ ഒരു കൺവെൻഷൻ അവിടെ നടക്കണം. ആയിരക്കണക്കിന് പേരെ ഇവൾ ഒരാള് കൊണ്ടുവന്നു. ഇതാണ് സുവിശേഷം. നമ്മൾ ഓരോരുത്തരും ഇതിനേക്കാൾ കൂടുതൽ അഭിഷേകമുള്ളവരാണ്. അവൾക്ക് എന്ത് പഠനമുണ്ട്, എന്ത് വിദ്യാഭ്യാസമുണ്ട്, എന്ത് ഫോർമേഷൻ ഉണ്ട്, എന്ത് സുവിശേഷം പഠിച്ചിട്ടുണ്ട്? ഇതൊന്നും പഠിക്കാതെ തന്നെ ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞവൾ ക്രിസ്തുവിനെ കൊടുക്കുന്നവളായി മാറി. സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരുടെയും വിളി ഇതാണ്. നമ്മൾ ഓരോരുത്തരും, ഞാൻ നിങ്ങളെ പോലെ ഒരു സാധാരണ മനുഷ്യനാണ്. ഞാനൊരു എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ദൈവവചനം ശ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ആളിക്കത്തി. ഞാൻ ട്രെയിനിൽ ഇരുന്നു കൊണ്ട്, ഇത് നമ്മുടെ ഇന്ത്യൻ ട്രെയിന്, നിറച്ച ആളുകളുള്ള ട്രെയിനിൽ എനിക്കങ്ങ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലൂടെ ഭാഷാപരത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി.
ഞാൻ സംസാരിക്കട്ടെ ഭാഷാപരത്തിൽ, നിങ്ങൾ പേടിക്കാൻ ചെയ്യരുതേ. ഭാഷാപരത്തിൽ സംസാരിക്കുക, ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുന്നത് വേറെ, സംസാരിക്കുന്നത് വളരെ വ്യത്യസ്തമാണ്. റബ്ബി അല്ല മഖൂറ കീരിയ ഹീരി അല്ല ബറഹ ലംബകീരി അല്ല ഹറബല മകീരിയ ഉറൂല മഖ ഹീരി അല്ല ബറമകീരിയ. ഇത് ഭാഷാപരത്തിൽ സംസാരിക്കുന്ന ഒരു വരമാണ്. ഇതൊരു വിധത്തിലൊരു പ്രവചനമാണ്. ഇതിന്റെ പ്രവചനം ഞാൻ വ്യാഖ്യാനിക്കാൻ പോവുകയാണ്. എന്റെ ജനമേ, നിങ്ങൾക്ക് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി നൽകിയിരിക്കുന്നു. ഇനി നിങ്ങൾ എന്തിനാണ് നോക്കിയിരിക്കുന്നത്? പോകുവിൻ, അന്ധകാരത്തിൽ പ്രകാശമായി പോകുവിൻ. എന്റെ സുവിശേഷത്തിന്റെ പ്രകാശം പരത്തുവിൻ. എന്റെ സുവിശേഷത്തിന്റെ സൗരഭ്യം പകരുവിൻ. നിങ്ങൾ ഓരോരുത്തരും എന്റെ ശാഖകളാണ്. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ എന്റെ ശാഖകളാണ്. നിങ്ങളാകുന്ന ശാഖകളിലൂടെ ദൈവരാജ്യം ലോകം മുഴുവനും പടരുന്നതിനാണ് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഇതാണ് ഭാഷാപരത്തിൽ സംസാരിക്കുന്നത്. ട്രെയിനിൽ വെച്ച് ഞാൻ ഇങ്ങനെ ഭാഷാപരത്തിൽ സംസാരിച്ചപ്പോ കേട്ടിരുന്ന ആളുകൾക്ക് നിശ്ചയമായിട്ടും ഒന്ന് തോന്നിയിട്ടുണ്ടാകും, ഇത് ഒരു വട്ടുകേസാണെന്ന്. ഇല്ലേ? ഇയാൾക്ക് എന്തോ അസുഖമുണ്ടെന്ന് തോന്നിക്കാണും. എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് കർത്താവിന് വേണ്ടി ഒരു വട്ടനാകുക. അതാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ആരാണ് ക്രിസ്ത്യാനി? കർത്താവിന് വേണ്ടി ഒരു വട്ടൻ, കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ഒരു ഭ്രാന്തനാകുക. നിങ്ങൾക്കാകാമോ? അതാണ് ഈ പെണ്ണ് ചെയ്തത്. സമരിയാക്കാരും യഹൂദരും തമ്മിൽ ഒരു കൂട്ടായ്മയില്ലാതിരിക്കെ ഇവൾ ആ രാജ്യത്ത് പോയിട്ടെല്ലാം ഭ്രാന്ത് പിടിച്ചമാതിരി വിളിച്ചു പറയുകയാണ്. എല്ലാവരെയും കൊണ്ടുവന്നു കർത്താവിനെ പ്രതി. അപ്പൊ ഞാൻ ഇതുപോലെ ട്രെയിനിൽ വെച്ച് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ശബ്ദം, എൻ്റെ ഉള്ളിൽ ഈശോ സംസാരിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാൻ കേട്ടത് ഇങ്ങനെയാണ്: ആരെനിക്കായി പോകും? ആരെനിക്കായി പോകും? വിളവ് വളരെ, വേലക്കാർ ചുരുക്കം. ആദ്യം എനിക്ക് തോന്നി ഇത് സുവിശേഷത്തിൽ എവിടെയോ എഴുതിയിരിക്കുന്ന വാക്കുകളാണല്ലോ. വീണ്ടും എൻ്റെ ഉള്ളിൽ എനിക്ക് മനസ്സിലായി, എൻ്റെ ഉള്ളിൽ ഇരുന്ന് ഈശോ സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മള് വലിയ വലിയ പ്രവാചകർ സംസാരിച്ചെന്നൊക്കെ കേട്ടിട്ടുള്ളൂ. സാധാരണ മനുഷ്യനായ എൻ്റെ ഉള്ളില് ഈശോ സംസാരിക്കുന്നു. ആരെനിക്കായി പോകും? വിളവോ വളരെ, വേലക്കാർ ചുരുക്കം. ഞാൻ പറഞ്ഞു, ഞാൻ പോകാം. പ്രൈസ് ദി ലോർഡ്. അന്നു മുതൽ എനിക്ക് അതിശക്തമായ ഒരു പരിശുദ്ധാത്മാഭിഷേകമുണ്ടായി. അതിൻ്റെ ആനന്ദമുണ്ടായി. ജീവിതത്തിൽ വലിയൊരു അർത്ഥമുണ്ടായി. ഞാൻ വലിയ ബിസിനസ് ഒക്കെ നടത്തി കാശുണ്ടാക്കിയണമെന്നൊക്കെ പ്രതീക്ഷിച്ച് അതെല്ലാം കളഞ്ഞ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല ക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കേണ്ടത്. ഈ ജീവിതത്തിനപ്പുറത്ത് അനന്തമായ ഒരു ജീവിതമുണ്ട്. ഇവിടെ ഉണ്ടാക്കി വെക്കുന്ന കല്ലും മണ്ണും ഒന്നും നമ്മൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നില്ല. എന്റെ ജീവിതം ആകെ മാറി. ആ ജോലിയെല്ലാം വിട്ട് ഫുൾ ടൈം സുവിശേഷ വേലയ്ക്കായിട്ട് ഇറങ്ങി. അവിടെ വെച്ച് തന്നെ ഈ അനുഭവം ഉണ്ടായി കഴിഞ്ഞിങ്ങനെ ഞാൻ ശാന്തമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉത്തരേന്ത്യയിലേക്കുള്ള യാത്രയായിരുന്നു. മധ്യപ്രദേശത്തിലേക്ക്. മുഴുവനും ഹിന്ദിക്കാരാണ്. ഒരാള് വന്നിട്ട് എന്നോട് ചോദിച്ചു, അരേ ഭായ് സാബ് ആപ്കോ ക്യാ ഹോ ഗയാ? നിങ്ങൾക്ക് എന്ത് പറ്റി എന്നുവെച്ചാൽ എന്തോ അസുഖം പോലെയാണ് അയാൾ മനസ്സിലാക്കിയത് ഈ ബഹളമൊക്കെ കണ്ടപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു, കുച്ച് നഹീ ഹുവാ ഹൈ, മൈ ഠീക് ഹൂം, എനിക്ക് ഒരു കുഴപ്പമില്ല,
മുझേ പ്രഭു ഈസാ മസീഹ് കാ അനുഭവ ഹുവാ ഹേ. എനിക്ക് കർത്താവ് ഈശോ മിശിഹായുടെ അനുഭവം ഉണ്ടായി. അപ്പൊ ഇയാൾക്ക് മനസ്സിലായില്ല, ക്യാ ഹുവാ? ഈസാ മസീഹ്, ഈശോ മിശിഹായുടെ അനുഭവം ഉണ്ടായി. അവൻ ഈശോ മിശിഹായെ കുറിച്ച് അങ്ങനെ കേട്ടിട്ടില്ല. അവന്റെ പുറകെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, അരേ ഭായ് ഓ തോ ഈസായിയോं का भगवान है, उसको छोड़ दो, खट इधर आओ. അതെ, ക്രിസ്ത്യാനികളുടെ ദൈവമാണ്, നമുക്ക് അയാളുമായിട്ട് കാര്യമൊന്നുമില്ല, നീ ഇങ്ങോട്ട് മാറ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ സാധാരണ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ചൊടിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എനിക്കൊരു ഇയാളോട് 2 വാക്ക് പറഞ്ഞാലേ ശരിയാവുള്ളൂ. സ്നേഹത്തിലാണ്. ഇയാളോട് പറഞ്ഞു മനസ്സിലാക്കണം. ഇയാളോട് എന്ത് പറയണം? ഞാൻ ഇന്നേ വരെ അന്ന് വരെ യേശുവിനെ കുറിച്ചോ ബൈബിളിനെ കുറിച്ചോ ഒരു മനുഷ്യനോട് സംസാരിച്ചിട്ടില്ല. സുവിശേഷ വേലയൊക്കെ അച്ഛന്മാരും കന്യാസികളുടെയും കാര്യമൊന്നും പറഞ്ഞോണ്ട് നമ്മൾ ഇരിക്കായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞേ അരെ ഐസാ മത് ബോലോ, പ്രഭു ഈസാ മസീഹ് ഈസായിയോं का कोई प्राइवेट प्रॉपर्टी नहीं है. കർത്താവ് ഈശോ മിശിഹ ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. ഈശോ മിശിഹ മരിച്ചപ്പോ ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. അറിയോ നിനക്ക്? ഇയാള് ആകെ ആശ്ചര്യപ്പെട്ടു. അയാൾ പറഞ്ഞു, ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഈശോ മിശിഹ ക്രിസ്ത്യാനികളുടെ, ഹിന്ദുക്കൾക്ക് വേറെ ദൈവം, മുസ്ലിങ്ങൾക്ക് വേറെ ദൈവം, ഇങ്ങനെയാണല്ലോ. അങ്ങനെയൊന്നും അല്ല കാര്യത്തിന്റെ കിടപ്പ്. നീ ഹിന്ദു ആയാലും മുസ്ലിം, സിഖ്, പഞ്ചാബി, പാഴ്സി, IS കാരനായാൽ പോലും നിനക്ക് കൂടി വേണ്ടിയാണ് ഈശോ മിശിഹ വന്നത്. ഈശോ മിശിഹായിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പന്തക്കുസ്തയ്ക്ക് ശേഷം കുറെ നാള് കഴിഞ്ഞപ്പോൾ ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആളുകളെ മറ്റുള്ളവർ പറയാൻ തുടങ്ങി, അവര് വേറൊരു ഗ്രൂപ്പാണ്, അവര് ക്രിസ്ത്യാനികളാണ്. ഈശോ മിശിഹ വന്നപ്പോഴും മരിച്ചപ്പോഴും ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതെല്ലാം പറഞ്ഞ് ഒരു അരമണിക്കൂർ 45 മിനിറ്റ് ഹിന്ദിയിൽ ഇവരോടങ്ങ് പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോ ഈ പയ്യൻ ചോദിക്കാണ്, ആപ്കെ പാസ് ഓ ഈസാ മസീഹ് കാ ഓട്ടോബയോഗ്രഫി ഹോഗാ ക്യാ? മനസ്സിലായോ? അങ്ങയുടെ അടുത്ത് ആ കർത്താവ് ഈശോ മിശിഹായുടെ ജീവചരിത്രം ഉണ്ടാവോ? ഉണ്ട്, ഞാൻ നിനക്ക് തരാം. ഭാഗ്യത്തിന് ഹിന്ദിയിൽ ഒരു ബൈബിൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇതിനെ ഓട്ടോബയോഗ്രഫി എന്നല്ല പറയണേ, ഇതിനെ പറയുന്നത് ബൈബിൾ എന്നാണ് പറയണേ. ഞാൻ എന്നിട്ട് അതിൽ തുറന്നിട്ട് മർക്കോസിന്റെ സുവിശേഷം മാത്രം എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് ആദ്യം വായിക്കണം, എന്നിട്ട് ബാക്കി. സ്നേഹമുള്ളവരെ, അന്നു മുതൽ കഴിഞ്ഞ 25 വർഷമായി ഒരുപക്ഷെ ഒരു ദിവസം പോലും ഇടവിടാതെ കർത്താവ് ഈശോ മിശിഹായെ ലോകത്തിന് പകരുക എന്നതാണ് ഒരു സാധാരണ ക്രിസ്ത്യാനി. എനിക്ക് വേറെ ഒരു ക്വാളിഫിക്കേഷനും ഇല്ല, ഞാൻ സെമിനാരിയിൽ പഠിച്ചിട്ടില്ല, വേറെ ഒന്നുമില്ല. എന്റെ മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ലഭിച്ചിരിക്കുന്ന ഈ ചൈതന്യം നമ്മൾ ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ഉണരുവിൻ, നിങ്ങൾ പ്രഘോഷിക്കുവിൻ. നിങ്ങൾക്ക് കിട്ടിയ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ക്രിസ്തീയ ദൗത്യം പൂർത്തിയാക്കുന്നില്ല. സ്നേഹമുള്ളവരെ, ഈ സമരിയാക്കാരി ഒരു മാമോദീസ സ്വീകരിക്കാത്ത, ക്രിസ്തുവിനെ വിശുദ്ധ കുർബാന സ്വീകരിക്കാത്ത അവൾ ആ പട്ടണത്തിലേക്ക് ഓടി ക്രിസ്തുവിനെ പകർന്നുവെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? 10 വർഷമായി നമ്മൾ ഇവിടെ ഈ വചനകൂടാരം പണിതു. ഇവിടെ സുവിശേഷ വേല നടക്കണം, തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. എന്നാൽ ഇത് പോരാ. നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി കർത്താവിന് വേണ്ടി എന്തെങ്കിലും വചനം പ്രഘോഷിക്കുകയും സുവിശേഷമാകുകയും ചെയ്യണം. സ്നേഹമുള്ളവരെ, ഇതിന് ഒരു വ്യക്തിപരമായ എൻ്റെ സജഷൻ, ഞാനൊരു കുടുംബസ്ഥനാണ്, എനിക്ക് മക്കളും കുഞ്ഞുമക്കളെല്ലാം ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാനൊരു കുടുംബനാഥനാണ്, ഒരപ്പനാണ്, എൻ്റെ ഭാര്യയുണ്ട്. ഞാനാകുന്ന അപ്പൻ ഒരു വാട്ടർ ടാങ്ക് പോലെ ആകണം. വീട്ടിൽ വാട്ടർ ടാങ്ക് ഇല്ലേ, ഉണ്ടോ ഇല്ലയോ?
ഈ വാട്ടർ ടാങ്ക് ഉണ്ടെങ്കിൽ അതിൽ വെള്ളം നിറഞ്ഞാൽ വീട്ടിലെല്ലാ മുറികളിലും വെള്ളം കിട്ടും. സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ജ്ഞാനം കൊണ്ട് നിറയുമ്പോൾ നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ മക്കളിലും ജ്ഞാനം നിറയും. അത് ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടും. വ്യക്തിപരമായി നമ്മൾക്ക് ഒരു ക്രിസ്തു അനുഭവം ഉണ്ടാകണം. സമരിയാക്കാരിക്ക് വ്യക്തിപരമായ ഒരു ക്രിസ്തു അനുഭവം ഉണ്ടായി. അവരൊരു സെമിനാരിയിലോ ധ്യാന കേന്ദ്രത്തിലോ പള്ളിയിലോ എങ്ങും പോകാതെ തന്നെ വ്യക്തിപരമായി ഒരു ക്രിസ്തു അനുഭവം ഉണ്ടായപ്പോൾ അവൾ ക്രിസ്തുവിനെ കൊടുക്കുന്നവരായി. ഇതാണ് പരിശുദ്ധ പിതാവ് സന്തോഷത്തിന്റെ സുവിശേഷത്തിൽ പറഞ്ഞത്. ഇതേ ആളുകളെ തന്നെ എല്ലാമാണ് പറഞ്ഞത്. മത്തായിക്ക് ഒരു വ്യക്തിപരമായ അനുഭവം ഉണ്ടായി, സക്കേവൂസിന് ഒരു വ്യക്തിപരമായ അനുഭവം ഉണ്ടായി, സാവൂളിന് ഒരു വ്യക്തിപരമായ അനുഭവം ഉണ്ടായപ്പോ അവരുടെ ജീവിതം മാറി. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് കുറെ കൽപ്പനകളുടെയോ ചട്ടങ്ങളുടെയോ നിയമങ്ങളുടെയോ മതമല്ല, മറിച്ച് ഒരു വ്യക്തി, ക്രിസ്തു എന്ന ഒരു വ്യക്തിയുടെ ജീവിതവുമായിട്ടുള്ള ഒരു പ്രേമമാണ്, ഒരു ബന്ധമാണ്. ജീവനും ജീവനും. നമ്മൾ വിശുദ്ധ കുർബാനയിൽ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം നാം എല്ലാവരിലും അവിടുത്തെ കാരുണ്യത്താൽ സമ്പൂർണമാകട്ടെ. അങ്ങനെ ക്രിസ്തു നമ്മളിൽ സമ്പൂർണമായി വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ ക്രിസ്തു അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ ഈ വന്നു കഴിഞ്ഞ ക്രിസ്തുവിനെ പോക്കറ്റിലും വെച്ചുകൊണ്ട് വീട്ടിൽ കുത്തിയിരുന്നാൽ ഉണ്ടാവില്ല. ഹല്ലേലൂയ. ഇത് മറ്റുള്ളവർക്ക് പകരണം. രണ്ട് കടലുണ്ട്, ചാവുകടലും ഗലീലി കടലും. അതിന്റെ നടുക്ക് ജോർദാൻ നദിയിൽ നിന്നാണ് ഈ രണ്ട് കടലിലും വെള്ളം വരുന്നത്. എന്തുകൊണ്ടാണ്? ഒന്ന് ചാവുകടൽ, ഒരേ നദിയിൽ നിന്നാണ് രണ്ടിലും വെള്ളം വരുന്നത്, ചാവുകടലിലും ഗലീലി കടലിലും. ബൈബിളിന്റെ പുറകുവശത്തുണ്ട് ഇതിന്റെ ഒരു മാപ്പ്. എന്തുകൊണ്ടാണ് ഗലീലി കടലിൽ നല്ല ജീവനുള്ള വെള്ളം, ഒരുപാട് മീൻ? ഗലീലി കടലിന് ഒരുപാട് തോടുകളുണ്ട്, തോടുകളിലൂടെ വെള്ളം മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നു. എന്നാൽ ചാവുകടലിൽ തോടുകളില്ല. ചാവുകടല് താഴ്ന്ന തരത്തിലാണ്, വെള്ളം പുറത്തേക്ക് ഒഴുകുന്നില്ല. നമ്മൾക്ക് വെള്ളം കിട്ടിയത് കൊണ്ട് പ്രയോജനമില്ല. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിയത് കൊണ്ട് പ്രയോജനമില്ല എന്ന് പറയില്ല, അത് കൊടുത്താൽ മാത്രമേ പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇടുക്കി ഡാമിൽ വെള്ളം കെട്ടിക്കിടക്കണു, ആർക്ക് പ്രയോജനം? കുറെ കൊതുക് വരും. എന്നാൽ അത് അതിന്റെ പൈപ്പ് ലൈനിലൂടെ ഒഴുകിയപ്പോൾ അവിടെ എഞ്ചിൻ കറങ്ങി വൈദ്യുതി ഇവിടെ പ്രകാശിക്കുന്നു. എന്ന പോലെ ചാവുകടലിൽ ജോർദാൻ നദിയിലെ വെള്ളം നിറഞ്ഞു. എന്ത് പ്രയോജനം? ചത്ത് കിടക്കണു, ഒരു ജീവനില്ല, ഒരു ജീവി പോലും അതിലില്ല. എന്നാൽ അതേ ജോർദാൻ നദിയിലെ വെള്ളം ഗലീലി കടലിൽ വന്നപ്പോൾ ആ ഗലീലി തടാകത്തിൽ നിന്നും വെള്ളം എല്ലാവർക്കും കൊടുക്കുകയാണ്. ഓരോ ഗ്രാമങ്ങളിലേക്ക് ഒഴുകുന്നു. അവിടെ വെള്ളം, പുതുവെള്ളം, ധാരാളം മത്സ്യം. നമ്മൾ ആരാണ്? ഞാൻ 40 വർഷക്കാലം ഒരു ചാവുകടലായിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് കൊടുക്കുന്നില്ല. ഇങ്ങോട്ട് കിട്ടിയത് കൊണ്ട്, നിറഞ്ഞു കിടന്നത് കൊണ്ടും ചാവുകടൽ പോലെ ആവുന്നുള്ളൂ. ക്ഷമിക്കണം. ഗലീലി കടൽ പോലെ ജീവനുള്ള ജീവജലത്തിന്റെ ഒഴുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. വിശ്വാസി എന്ന് പറയുന്നത് കൊടുക്കുന്നവനാണ്. ദൈവത്തെ കൊടുക്കുക, പരിശുദ്ധാത്മാവിനെ കൊടുക്കുക, സ്നേഹം കൊടുക്കുക, കൊടുക്കുക, വചനം കൊടുക്കുക. പ്രൈസ് ദ ലോർഡ്. എന്റെ സമയം കഴിഞ്ഞു. അവിടെ സിസ്റ്റേഴ്സ് ഇരിക്കുകയാണ്, എന്നെ നോക്കി. ഞാൻ ഉടനെ പോണം. പക്ഷെ ഇത്രയും കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ ഇല്ലയോ? ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരിലും ക്രിസ്തു വസിക്കുന്നു. വിശുദ്ധ കുർബാനയിലൂടെ ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്, നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ.
സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല നന്മകളുടെയും സർവജ്ഞനായ ഭരണകർത്താവാണ് ഈ അപ്പത്തിൽ എഴുന്നള്ളി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. എന്നിട്ട് നമ്മൾ ഇത് മറ്റുള്ളവർക്ക് കൊടുത്തുവോ? കൊടുക്കൂ. ആരോടെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഒരു വചനം പറയണം. ആരോടെങ്കിലും ഒരു ദിവസം ക്രിസ്തുവിനെ കൊടുക്കുമ്പോഴാണ് നമ്മളുടെ നിറവ് അനുഗ്രഹമായിട്ട് മാറുന്നത്. നമ്മൾ വെള്ളത്തിന്റെ സമൃദ്ധിയിൽ, നമ്മുടെ ജീവന്റെ സമൃദ്ധിയിലാവും. സ്നേഹമുള്ളവരെ, അതോടൊപ്പം വെളുപ്പിന് എഴുന്നേറ്റാൽ ഉടനെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാതെ, മധ്യസ്ഥ പ്രാർത്ഥന കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നിറയുക. നമ്മൾ ജ്ഞാനം കൊണ്ട് നിറയുക. നമ്മൾക്ക് ജ്ഞാനസ്നാനമാണ് നൽകിയിരിക്കുന്നത്. ഈശോയുടെ ബാല്യകാലത്തെ നോക്കൂ. ശിശു ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. ബാലനായിരുന്നപ്പോൾ അവന്റെ ബുദ്ധി കണ്ടിട്ട് അവർ അത്ഭുതപ്പെട്ടു. യുവാവായിരുന്നപ്പോഴും അവന്റെ ബുദ്ധി വികസിച്ചു. നമ്മൾ ഓരോരുത്തരിലും ജ്ഞാനസ്നാനത്തിലൂടെ ലഭിച്ചിരിക്കുന്ന ജ്ഞാനം തുറക്കണം. രാവിലെ തന്നെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ജ്ഞാനത്തിന്റെ പുസ്തകം വായിക്കണം. ദൈവിക ജ്ഞാനം കിട്ടിയാൽ മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം വിജയിക്കുകയുള്ളൂ. നമ്മൾ വലിയ എന്തെല്ലാം നേടിയാലും അതിലല്ല. വരുവിൻ, നമുക്കൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഈ ജൂബിലി ആഘോഷ സമയത്ത്, ഈ ജൂബിലി കൺവെൻഷനിലൂടെ 10 വർഷം അങ്ങ് ഇവിടെ നൽകിയ ആ വലിയ ഗലീലി തടാകത്തിന്റെ അനുഭവം, 10 വർഷമായിട്ട് ഈ ഗലീലി തടാകത്തിൽ നിന്ന് ഞങ്ങൾ കോരി വാരി കൊടുത്തിരുന്നു. അവരോടൊപ്പം പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹത്തെ പ്രതി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഓരോ വ്യക്തിയിലും പരിശുദ്ധാത്മാവേ നിറയണമേ. ഓരോ വ്യക്തിയിലും നിറഞ്ഞു തുളുമ്പുന്ന പരിശുദ്ധാത്മാവേ, ഇവരെല്ലാവർക്കും ഒരു സമരിയാക്കാരിയെ പോലെ അടുത്ത ഗ്രാമങ്ങളിലേക്ക്, ക്രിസ്തുവിനെ അറിയാത്ത ഗ്രാമങ്ങളിലേക്ക്, ക്രിസ്തുവിനെ അറിയാത്ത ആത്മാക്കളിലേക്ക് കടന്നു ചെന്ന് ക്രിസ്തുവിനെ കൊടുക്കാനുള്ള അഭിഷേകം ഇപ്പോൾ നൽകണമേ. ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശന്തല ഹലബലൗലയ്യ, ഹീരിയലബലൗലയ്യ. ഞാൻ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഭാഷാവരമുള്ളവർ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചോളൂ. ഹീരിയലബലൗലയ്യ, ശന്തലബലൗലയ്യ, സല്ലബക്കീരിയലബലൗലയ്യ, ഹീരിയലബലൗലയ്യ. ഓ പരിശുദ്ധാത്മാവേ, അഭിഷേകം നൽകണമേ. ഒരു പുത്തൻ അഭിഷേകം ഈ ജൂബിലി വർഷമായിട്ട്, ഈ 10 വർഷമായിട്ട് ഞങ്ങൾ ഈ രാജ്യത്ത് ചെയ്തതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമരിയാക്കാരിയെ പോലെ, മത്തായിയെ പോലെ, ശൗലിനെ പോലെ, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ഞങ്ങൾക്ക് പുതു ചൈതന്യം പകരണമേ.